ടൂർണമെന്റിലെ 10ാം തോൽവി രാജസ്ഥാൻ റോയൽസ് ഏറ്റുവാങ്ങിയപ്പോൾ 17 പോയിന്റുമായി തങ്ങളുടെ പ്ലേ ഓഫ് ഏറെക്കുറെ 90% ഉറപ്പിച്ചിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവസാനിച്ച പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിന്റെ സമഗ്രമായ ചിത്രവും ഒപ്പം തന്നെ മത്സരശേഷം ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ പ്രതികരണവുമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഒരു മാറ്റവും ടീമിൽ ഉണ്ടായിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചൊരു മത്സരമായാണ് ഇപ്പോൾ അവസാനിച്ച രാജസ്ഥാൻ പഞ്ചാബ് മത്സരം മാറിയത്. രാജസ്ഥാൻ റോയൽസിനെ പരിഗണിക്കുകയാണെങ്കിൽ എങ്ങനെ അവർ ഇതുവരെയുള്ള മത്സരങ്ങൾ തോറ്റോ അതേ രീതിയിൽ തന്നെ ഇന്ന് പഞ്ചാബിനെതിരായ മത്സരവും തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഫിനിഷിംഗിന്റെ അഭാവം ഒരിക്കൽ കൂടി രാജസ്ഥാൻ റോയൽസിന് തിരിച്ചടിയായി മാറിയപ്പോൾ 10 റൺസിന്റെ വിജയമാണ് പഞ്ചാബ് ഇന്ന് സ്വന്തമാക്കിയത്. നെഹൽ വധേരയുടെയും ശ്രേയസ് അയ്യരുടെയും സിമർജിത് സിംഗിന്റെയും അവസാന ഓവറുകളിൽ ഓംസാരിയുടെയും മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചാബ് 220 റൺസ് എന്നുള്ള വലിയ വിജയലക്ഷ്യം ഇന്ന് രാജസ്ഥാന് മേൽ ഉയർത്തിയത്. ഒരിക്കൽ കൂടി കത്തിക്കയറിന് തുടക്കം രാജസ്ഥാൻ റോയൽസിന് ഇന്ന് ജയ്സ്വാളും സൂര്യാൻഷിയും ചേർന്ന് സമ്മാനിക്കുകയായിരുന്നു. തെല്ലും ഭയമില്ലാതെ 4ഉം 6കളുമായി സൂര്യാൻഷി കളം നിറഞ്ഞപ്പോൾ പവർ പ്ലേയിൽ തന്നെ ടീം ടോട്ടൽ കുതിക്കുകയായിരുന്നു. സൂര്യാൻഷിയുടെ വിക്കറ്റ് നഷ്ടമായപ്പോൾ ആക്രമണത്തിന്റെ ചുമതല ജയ്സ്വാൾ ആയിരുന്നു ഏറ്റെടുത്തത്. എന്നാൽ വീണ്ടും ടോപ്പ് ഓർഡറിൽ ഇവരുടെ പ്രകടനത്തിന് ശേഷം വീണ്ടും തകർച്ചയിലേക്ക് പോകുന്ന ഒരു രാജസ്ഥാന്റെ ബാറ്റിംഗ് ാണ് ഇന്നും കണ്ടത്. സഞ്ജുവും റിയാൻ പരാഗും നിരാശപ്പെടുത്തിയപ്പോൾ അല്പമെങ്കിലും പ്രതീക്ഷ നൽകിയത് ധ്രുവ് ജുറലിന്റെ ബാറ്റിംഗ് തന്നെയായിരുന്നു. ഒരിക്കൽ കൂടി ഫിനിഷിംഗിന്റെ ചുമതല ഹെറ്റ്മേയർ മറന്നപ്പോൾ ടീം വീണ്ടും വിജയലക്ഷ്യത്തിന് തൊട്ടരികെ വീഴുകയായിരുന്നു. ഒരേ രീതിയിൽ എല്ലാ മത്സരങ്ങളിലും തോൽവി ഏറ്റുവാങ്ങുന്ന ടീമിന്റെ ഈ ഒരു സ്വഭാവം മത്സരശേഷം സഞ്ജു സാംസൺ ഇന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മികച്ച രീതിയിൽ തുടങ്ങിയിട്ടും ഒരിക്കൽ കൂടി അവസരം മുതലാക്കാനായി സാധിച്ചില്ല എന്നായിരുന്നു സഞ്ജുവിന്റെ ആദ്യ പ്രതികരണം. ആദ്യ 6 ഓവറിൽ 90 റൺസിനടുത്ത് സ്കോർ ചെയ്യാനായി സാധിച്ചിട്ടും എന്തുകൊണ്ട് വീണ്ടും തോൽവി ഏറ്റുവാങ്ങിയത് എന്നത് ചോദ്യമായി തന്നെ മാറുകയാണ്. മികച്ച സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടായിട്ടും വീണ്ടും ഒരേ രീതിയിലുള്ള തോൽവി എന്തുകൊണ്ട് സംഭവിച്ചെന്ന് തങ്ങൾ വിശകലനം ചെയ്യും. ബാറ്റിംഗോ അല്ലെങ്കിൽ ഒരാളുടെ പെർഫോമൻസോ മാത്രം തോൽവിയുടെ കാരണമായി ചൂണ്ടിക്കാണിക്കാനായി തനിക്ക് സാധിക്കുന്നില്ല. ഗെയിം ഫിനിഷ് ചെയ്യുന്നതിൽ തങ്ങൾ ഒരിക്കൽ കൂടി ഇന്ന് പരാജയപ്പെട്ടു. ബാക്കിയുള്ള മത്സരങ്ങളിൽ സ്ട്രോങ് ആയൊരു ഫിനിഷ് തന്നെ നടത്താനായി ശ്രമിക്കുമെന്നും അടുത്ത സീസണിലേക്ക് പോരായ്മകൾ പരിഹരിച്ച് തങ്ങൾ തിരികെ എത്തുമെന്നുമാണ് മത്സരശേഷം സഞ്ജു സാംസൺ ഇന്ന് പ്രതികരിച്ചത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു.